ഹായ് ഹോൾ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ചവരെയുള്ള കുറച്ച് കാര്യങ്ങളാട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് കളക്ടർ ലീവ് കൊടുത്തോണ്ട് തന്നെ മക്കൾക്ക് സ്കൂളും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ലേറ്റ് ആയിട്ടോ നീച്ചിട്ടുള്ളത്. ഇന്ന് സോയാബീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് അതിക്ക് ഉള്ളിയും തക്കാളിയും ഉരുളങ്കിഴങ്ങൊക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ഞാനിങ്ങനെയാണ് സോയാബീന്, പ്രത്യേകിച്ച് ചെറിയ സോയാബീന് കിട്ടുമ്പോൾ ഇങ്ങനെ കേട്ടോ കറി വെക്കാറ്. നല്ലൊരു ചിക്കൻ കറിൻ്റെ ടേസ്റ്റൊക്കെ കേട്ടോ അങ്ങനെ കറി വെച്ചാൽ സോയാബീന്. അപ്പോൾ ഇതിക്ക് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഉപ്പും പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ. അതേപോലെ ഈ ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് കുത്തിച്ചതച്ച് ഇട്ട് കൊടുക്കേണ്ടി കേട്ടോ. ഇനിയിപ്പോൾ അതാ തിളപ്പിച്ച് വെച്ചത് നമ്മൾ ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ ആ സംഭവം ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ പിഞ്ഞി കളഞ്ഞ് ഒഴിവാക്കണം കേട്ടോ. അല്ലെങ്കിൽ അതൊരു കട്ടിപ്പും കാര്യമൊക്കെ ഇക്കാരം. അപ്പോൾ അങ്ങനെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മസാലയൊക്കെ റെഡിയാക്കി നമ്മളിതങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കറിൽ വിസിൽ ഒരു 1-2 വിസിൽ അടുപ്പിച്ചിട്ട്, അത്ര വലിയ വേവൊന്നുമില്ല, അത്യാവശ്യം ഒന്ന് തിളച്ചതും കൂടെ അല്ലോ, അപ്പോൾ വലിയ വേവൊന്നുമില്ല കേട്ടോ, പെട്ടെന്ന് കറിയാവും. അങ്ങനെ ഇനിയിപ്പോൾ ചോറുക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ കടി എന്ന് പറഞ്ഞത് ദോശ കേട്ടോ. അപ്പോൾ പിന്നെ അത് നമുക്ക് പാർട്ട്ണറുണ്ട് ചൂടാൻ, അങ്ങനെ ഓള് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാനാണ് ബാക്കിയുള്ള പരിപാടിയൊക്കെ കേട്ടോ. അങ്ങനെ ഞാൻ ഇനി ഇതിക്ക് തേങ്ങ ഒന്ന് വറുത്തരക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങളോട് ഇങ്ങനെ മസാലക്കറി ഒന്നും അധികം തികയൂല, കുറച്ച് ആളധികമുള്ളതുകൊണ്ട്. അപ്പോൾ പിന്നെ എല്ലാത്തിനും അധികം തേങ്ങ അരക്കാറുണ്ട് കേട്ടോ. അങ്ങനെ തോനെ തേങ്ങ ഒന്നും എടുക്കില്ല, ഒരു കുറച്ചൊക്കെ ഒരു മുറി അങ്ങനെയൊക്കെ എടുക്കുള്ളൂ. അങ്ങനെ തേങ്ങയും കൂടെ വറുത്തിട്ടുണ്ട് കേട്ടോ. കറി അപ്പുറത്ത് റെഡി ആവേണ്ട തേങ്ങ. ഇനിയിപ്പോൾ ദതിക്ക് അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഇനി പിന്നെ നമ്മൾ തൂമിക്കുക അങ്ങനത്തെ ഐറ്റമൊന്നുമില്ല, കാരണം വാട്ടി വെച്ചുകൊണ്ട് തന്നെ പിന്നെ അങ്ങനെ അതൊക്കെ സെറ്റായപ്പോഴത്തേന് വേഗം പരിപാടി കഴിച്ചാന്നുള്ളതിൽ കറിയും കൂടെ ഒക്കെ. ഇന്ന് മക്കളൊക്കെ അത്യാവശ്യം കുറച്ച് നേരം കിടന്നുറങ്ങും കേട്ടോ. അപ്പോൾ പിന്നെ ഒന്ന് വേഗാണ്ട് അടുക്കള പണിയാണ്ട് കഴിച്ചു, എന്നാൽ പിന്നെ അവരായിട്ടുള്ള ഇതിൽ നിൽക്കാമല്ലോ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഇന്ന് മീൻ കോരട്ടോ കിട്ടിയിട്ടുള്ളത്. ഇക്കുണ്ടല്ലോ ഈ മീൻ നന്നാക്കുന്നതും ഇഷ്ടമല്ല, കഴിക്കുന്നതും ഇഷ്ടമല്ല കേട്ടോ. വലിയ ഒരു സുഖമുള്ള ഒരു മീനല്ല. മിക്ക ആൾക്കാർക്കും ഇതിനോട് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഇതെന്താ പറയുക, വേഗം കയ്യമ്മ കുത്തും അതിൻ്റെ മുള്ളും കാര്യമൊക്കെ കേട്ടോ. അങ്ങനെ ഞാനത് പെട്ടെന്ന് നന്നാക്കി എടുക്കട്ടോ. പിന്നെ ഈ മീൻ കായം തേക്കുമ്പോൾ നമ്മൾ അധികം ഒന്നും ഓവറായിട്ട് ഇട്ട് കൊടുക്കാറോ ചേർത്ത് കൊടുക്കാറൊന്നുമില്ല. അതേപോലെ തന്നെ ഇത് നമ്മൾ വറ്റിച്ചിട്ടൊന്നല്ല കേട്ടോ വയ്ക്കുക. നമ്മളിങ്ങനെ സാധാരണ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് അതേപോലെ കുറച്ച് സുർക്ക വെച്ചിട്ടുണ്ടെങ്കിൽ കായം തേച്ചിക്കാണ്ട് ഡയറക്റ്റായിട്ടാണ് പൊരിക്കട്ടോ ചെയ്യുക. വേവിക്കും കാര്യമൊന്നും ചെയ്യില്ല കേട്ടോ. അങ്ങനെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ കറി കാര്യങ്ങളൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അത് തേങ്ങ അരച്ചങ്ങാണ്ട് തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. മീൻ കായം തേച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ ഒന്ന് പുറത്ത് പോവാണ്ട് കുറച്ച് സാധനമൊക്കെ വയ്ക്കാൻ, ദൂരം എന്നെല്ലാം അടുത്തുള്ള കടയിൽ തന്നെ കേട്ടോ. അതിൻ്റെ ഇടയിൽ നന്നായിട്ടൊന്ന് വിശന്നപ്പോൾ ഞാൻ രാത്രിക്കത്തെ ചപ്പാത്തിയും കുറച്ച് മുളക് കറി ഉണ്ടായിരുന്നു തലേന്നത്തെ, അപ്പോൾ അതൊന്ന് ഉള്ളിലാക്കിയിട്ടാണ്. ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഇവനെ കൊണ്ട് ഇങ്ങനെ ആണ്ടും കൊണ്ട് പോകാമെന്നല്ലാതെ ഇവനൊന്ന് വെള്ളം കാണിക്കലില്ല കേട്ടോ. അപ്പോൾ ആകെ ചളി തെറിച്ച് തയ്ക്കണം മയം കൂടെ കാരണം. അപ്പോൾ ഞാനൊന്ന് വിചാരിച്ചൊന്ന് ക്ലീൻ ആക്കാമെന്ന്. അപ്പോൾ ഞാനൊന്ന് പുറത്ത് കിട്ടിക്കാണ്ട് ഇവിടെ ഇട്ട് ക്ലീൻ ആക്കുമ്പോൾ ആകെ ചളിപ്പിളിയാവും കേട്ടോ. നമ്മൾ വിടുന്ന ഇറങ്ങണ ഭാഗത്ത് തന്നെ ആകുമ്പോൾ അപ്പോൾ ഒന്ന് അങ്ങോട്ട് മാറ്റിയിട്ട് കണ്ട കേട്ടോ കഴുകുക. അങ്ങനെ മഴയില്ല, അപ്പോൾ പിന്നെ മഴ വരുന്നതിൻ്റെ മുന്നേ നല്ല കാറുണ്ട് കേട്ടോ, മഴക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ കേക്കിങ്ങാണ്ട് വേഗം പരിപാടി വെച്ചാന്ന് വിചാരിച്ചിട്ടാ. ഹെൽപ്പിന് ഏമിനുണ്ട് കേട്ടോ. റസീബും പിന്നെ കളിക്കാൻ പോയിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നിലും ബാക്കിലൊക്കെ ആയിട്ട് പോലും ഉണ്ടാവും. ഇതുപോലെ അറിയാതെ ഈ പരിപാടി ഞാനുണ്ടല്ലോ ഫുള്ള് ക്ലീൻ ആക്കിയതിന് ശേഷം നല്ലൊരു കോട്ടൻ്റെ ഇറക്കിയിട്ടുണ്ട് കേട്ടോ വണ്ടി തുടക്കാനായിട്ട്. അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുക്കും കേട്ടോ. നമ്മളുണ്ടല്ലോ നമ്മളെ കുട്ടികളെ നോക്കണ പോലെ തന്നെ നമ്മളെ വണ്ടിയിൽ നോക്കണം കേട്ടോ. അതങ്ങനെ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് കണ്ടാൽ മതി. അപ്പോൾ അതങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് താനെ അതിങ്ങനെ വൃത്തിയുടെയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ കേൾക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വരും കേട്ടോ. അങ്ങനെ കീയൊക്കെ ഞാൻ സേഫായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ കുളിപ്പിക്കലും ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഞാൻ വന്ന് നോക്കിയപ്പോൾ തന്നെ പരിപാടി ചോറിനാൻ വിളിച്ചപ്പോൾ ഇതിങ്ങനെ ഒരു പാക്കറ്റാണ്, ഇതിങ്ങനെ വെള്ളത്തിലിട്ടാൽ വലുതാവും എന്നൊക്കെയാണ് പറയുന്നത്. പണ്ടെങ്കിലും ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ഓർബിൻസ് ഇത് ഭയങ്കര ഒരു ഫേമസ് ആയിരുന്നു. പിന്നെ അതൊന്നും കാണാറില്ല, ഇപ്പോൾ അതങ്ങനെ പൊന്തി വരണം കേട്ടോ. പക്ഷേ ഇത് പണ്ടൊക്കെ വേഗം ഇട്ടാൽ കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരു 10 സെക്കൻഡിനുള്ളിൽ തന്നെ അത്യാവശ്യം നല്ല വലുതാവുമായിരുന്നു. ഇതങ്ങനൊന്നും ഇല്ല കേട്ടോ. അത് പക്ഷെ ഒരു ലൈറ്റിങ് പോലെ ആയിട്ട് തോന്നുന്നുണ്ട്. ഇങ്ങനെ അതിന് ചുറ്റും ഒരു വികരണം വരുന്ന പോലെയൊക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. അല്ലാതെ വലിയ വലുതാവണമൊന്നുമില്ല കേട്ടോ സാധനം.
അങ്ങനെ ഇവരിതെന്തോ സംഭവം എന്ന മട്ടിൽ ഇത് ഇടലാണ്. എൻ്റെ ഇടയിൽ മഴ ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ചാറുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ മയത്തേക്ക് ഇറങ്ങണം എന്നൊക്കെ പറയുകയാണ് എന്നോട്. സ്കൂളില്ലല്ലോ, മഴ കാരണം ലീവല്ലേ. അപ്പോൾ ഒരു പാക്കറ്റ് ഇട്ട് വലിയ രസമില്ല. അപ്പം ഞാൻ പറഞ്ഞത് ഇന്ന് ഒരു പാക്കറ്റ് ഇട്ടാൽ മതി, അത് അത്യാവശ്യം വലുതാവും, ആ ബോട്ടിൽ കംപ്ലീറ്റായി വലുതാവും എന്നൊക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചായിട്ടല്ലത്. അപ്പോൾ പറയാം ഈ ഒരു പാക്കറ്റും കൂടെ നമുക്ക് പൊട്ടിച്ചിട്ട് അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും എന്നറിയാണ്. പക്ഷേ സംഭവം വലിയ ഇൻട്രസ്റ്റബിൾ ആയിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ അറിയാം ഇത് ഇമ്മച്ചിക്ക് ഇൻട്രസ്റ്റ് ഞാൻ കാണിച്ചു തരാറിനിട്ട് ഫോണിൻ്റെ ലൈറ്റ് അടിയിൽ വെച്ചിട്ട് അവിടെ വെക്കുക കേട്ടോ. അപ്പോൾ അപ്പോഴും എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ആയിട്ടൊന്നും തോന്നിയില്ല. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അങ്ങനെ എങ്ങനെയൊക്കെ സമയം കഴിച്ചുവിട്ടണ്ടേ. അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.